അപ്പോൾ ഗുരുജി ഒരു സംശയം. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളുടെ ആണ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മുടെ ലൈഫ് എന്ന് അതെ പറയുന്നത്. അതിൻ്റെ ഒരു ബാക്കിയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ ഇപ്പം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ മൊത്തം പാപങ്ങൾ ചെയ്തു. ഈ ജന്മത്തിൽ നല്ലതാ ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതാ നമുക്ക് നമ്മുടെ മരണത്തിൽ വളരെ എഫക്റ്റ് ചെയ്യുക? സിമ്പിളാണ്. ഒരു കുഴലെടുത്തിട്ട് അടിയിൽ ഒരു കൈ പിടിക്കുക, മുകളിൽ ആദ്യം കരിമണൽ നിറയ്ക്കുക, എന്നിട്ട് പിന്നെ പഞ്ചസാര നിറയ്ക്കുക, ആ, എന്നിട്ട് കൈ എടുത്ത് ആദ്യം ഒന്ന് പുറത്തോട്ട് വരിക. ആദ്യം കരിമണലല്ലേ വരിക. കരിമണൽ. ആ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തിയറി ഉണ്ട് ഈ കോമേഴ്സിൽ, അതെ, ഈ സ്റ്റോക്കിനെ പറ്റി പറയുമ്പോൾ. കമ്പ്യൂട്ടർ സയൻസിൽ അല്ലേ, ഫിഫോ എന്ന് പറയും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതുപോലെയാണ് വാട്ട് എവർ യു ഹാവ് ഡൺ ഫസ്റ്റ് ദ റിസൾട്ട് വിൽ കം ഫസ്റ്റ്. നിങ്ങളുടെ എന്ത് കർമ്മമാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കർമ്മം ആദ്യം അനുഭവിക്കുക. കണ്ടിട്ടില്ല, ചിലർ 10 വയസ്സ് വരെ രോഗങ്ങളുടെ ദുരിതം കഴിയുന്നില്ല, 10 വയസ്സ് കഴിഞ്ഞ് എല്ലാം ഹാപ്പി. ചിലർ 20 വയസ്സ് വരെ. അതെന്തുകൊണ്ടാണ്? ആ പൂർവ്വജന്മത്തിൽ വിട്ടുപോയ കർമ്മം പൂർത്തീകരിക്കണം, അതെ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എത്രത്തോളം കർമ്മം ചെയ്തു അത്രത്തോളം അനുഭവിച്ചിട്ടേ നല്ല ഫലം വരുള്ളൂ. അപ്പം നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ഈ ജന്മത്തിലെങ്കിലും നല്ല അതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കഷ്ടപ്പാടുള്ളവൻ ഈശ്വരനെ കുറ്റപ്പെടുത്താതെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എല്ലാവർക്കും പണം ചിലവാക്കി ദാനം ചെയ്യാനൊന്നും പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇൽ തോട്ട് വരാതിരിക്കുക. ഒരാളെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു പ്രസ്ഥാനത്തെ പറ്റിയോ ഒന്നും വേണ്ട. നമ്മൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നാമം ജപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവനവനെ കൊണ്ട് കഴിയുന്നത് തന്നെ ചെയ്തു കൊടുക്കുക.